ഞാൻ നിങ്ങളുടെ സിജു കലവറക്കാരൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം കപ്പയും, അതായത് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. പക്ഷേ ഈ കപ്പ ബിരിയാണി പെരുമ്പാവൂർ കോതമംഗലം ആ സൈഡിലൊക്കെ അതിന് പറയുന്നത് ഏഷ്യാഡ് എന്നാണ്. കപ്പ ബിരിയാണിക്ക് കുറച്ച് നല്ല തിക്കായിട്ട് കുഴഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഏഷ്യാഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ്. അതിന് നമ്മൾ കപ്പ എടുക്കുമ്പോൾ 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ അല്ലേ, അത് നമ്മുടെ ഈ നെടുനാരൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, ആ നെടുനാരൻ്റെ ഇറച്ചി, അതേപോലെ തന്നെ ഈ വാരിയലിൻ്റെ അഭാഗത്തുള്ള എല്ലും ഇറച്ചിയും കൂടെ ചേർന്നാണ്. അതിൻ്റെ എല്ലും ഇറച്ചിയും വേണം കേട്ടോ. നെടുനാരൻ്റെ എല്ലും വേണം, ഇറച്ചിയും വേണം. അതുപോലെ തന്നെ ഈ വാരിയലിൻ്റെ എല്ലും വേണം, ഇറച്ചിയും വേണം. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 2 കിലോ എല്ലും 4 കിലോ കപ്പയുമാണ്. 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ എല്ല് എന്ന കണക്കിലാണ്. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഇതെടുത്ത് വെച്ചിട്ടുള്ളൂ. നമ്മളിവിടെ 4 കിലോ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കപ്പ ഇതുപോലെ തന്നെ 4 കിലോയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത് കാണിക്കാനുള്ള പാത്രത്തിൻ്റെ അതിൽ കുറച്ചേ കൊണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 5 മീഡിയം സൈസ് ചെറിയ സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത്, 3 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു 1.5 കുടം വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു 12 പച്ചമുളക് ഇതുപോലെ നെടുവ് കയറി എടുത്തത്. അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ അതിൻ്റെ എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട്, അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണിത്. മല്ലിപ്പൊടി നമ്മളിതുപോലെ അതിൻ്റെ ഇത് നോക്കിയിട്ട് അളവ് നോക്കി ഇടുന്നത്. അതിലൊരു ഇത് ഗരം മസാലയാണ്. ഇത് നമ്മൾ ഏറ്റവും അവസാനം ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷൻ രീതിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാളയും പച്ചമുളകുമാണ്. ഇത് മഞ്ഞൾപ്പൊടി നമ്മളിതുപോലെ അതിനാവശ്യത്തിന് എത്രയാണോ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കും. അതുപോലെ എരിവ് നമ്മൾ ബാക്കിയുള്ള മുളക് പൊടിയും പച്ചമുളകും എല്ലാം ഇട്ട് കഴിയുമ്പം എരിവ് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം, എരിവ് ഇച്ചിരി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പാകത്തിന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയുടെ ആ വാസനയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ പച്ച കറുവേപ്പില, ഈ വെളിച്ചെണ്ണയുടെ വാസനയും പച്ച കറുവേപ്പിലയുടെ വാസനയെല്ലാം വേണം നമ്മൾ ചില നേരത്തെ ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പ ഒരു പാത്രത്തിൽ വേവിക്കാൻ വെക്കാം. ആ കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള വേറൊരു പാത്രത്തിലൂടെ പെട്ടെന്ന് ആ ബീഫിനുള്ള മസാലയും കൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയാണ്, കുറച്ച് മതി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മുടെ ഉള്ളി എന്തായാലും വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന് 1 ടേബിൾ സ്പൂൺ 1.25 മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അത് എരിവ് കുറവാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇത് നമ്മൾ 4 ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ഇളക്കി എടുക്കാം. അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരിക. നേരത്തെ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം.
ഗരം മസാല നമുക്കൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇച്ചിരി ഗ്രേവി ടൈപ്പ് വേണ്ടതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഒരു ചെറുതായിട്ടൊരു തീ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ തീ. കാരണം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഗരം മസാല നമ്മളൊരു സ്പൂണല്ലേ ഇട്ട് കൊടുത്തോളൂ. അതിൻ്റെ ബാക്കിയുള്ള ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടെ പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ആ ഏഷ്യയുടെ നമ്മുടെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുത്ത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അവരോട് തന്നെ ചോദിക്കാം. സൂപ്പർ, അടിപൊളി സംഭവം, അടിപൊളി അടിപൊളി. സൂപ്പർ, അടിപൊളി.
ചേട്ടാ സൂപ്പറായിട്ട് അടിപൊളി. അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിലെ പുതിയൊരു ഫോമായി എത്തുമ്പോഴേക്കും ഗുഡ് ബൈ.